ഇത് ഈ ഓരോ ദിശയ്ക്കും നക്ഷത്രം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ വേറൊരു അർത്ഥത്തിലും കൂടെ മൂന്നാമതൊരു അർത്ഥത്തിലും കൂടി നക്ഷത്രം എന്ന വാക്ക് ഉപയോഗിക്കും. അത് ഇന്നത്തെ നക്ഷത്രം എന്താ നമ്മൾ പലപ്പോഴും ചോദിക്കുമല്ലോ, ഇന്ന് തിരുവാതിരയാണ്, ഇന്ന് പുണർന്നതാണെന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ നക്ഷത്രം എന്താണ്? ഞാനിതിൽ നോക്കുകയാണെങ്കിൽ വാരം കാണും, നക്ഷത്രവും കാണും ചുരുക്കമായിട്ട്. പിന്നെ അർത്ഥ നക്ഷത്രം എവിടെ വരുമെന്ന് നോക്കാം. ഈ അർത്ഥ നക്ഷത്രം അത് നോക്കി. ഈ നക്ഷത്രം എന്ന് പറയുന്ന ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. എല്ലാ ഗ്രഹങ്ങളും ഒരു നക്ഷത്രത്തിലേ, എല്ലാ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിന്റെ ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിൽ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഏത്, അതിനെയാണ് നമ്മൾ നക്ഷത്രം സാധാരണ പറയുന്നത്. ബാക്കി ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിലാണ്. സൂര്യൻ സഞ്ചരിക്കുന്ന ഏത് നക്ഷത്രത്തിലാണോ ആ കാലത്തിന് പറയണം ഞാറ്റുവേല എന്ന് പറയും. ഞായർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനാണ്, ഞാറ്റുവേല. ഇപ്പൊ സൂര്യൻ ഇപ്പൊ ഏത് ഞാറ്റുവേലയായിട്ട് നമുക്ക് നോക്കാം. തുലാൻ രാശിയിൽ കൂടിയാണല്ലോ സൂര്യൻ പോകുന്നത്. ഇവിടെ ഏത് നക്ഷത്രങ്ങളാ? മകയിര, ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ ആണ് ഇവിടെയുള്ളത്. അതിലെ ആദ്യത്തെ ഇത് ചിത്തിരയാണ്. ചിത്തിരയുടെ 6 ഡിഗ്രി 40 മിനിറ്റ്. അത് കഴിഞ്ഞു കാണുമല്ലോ, കാരണം ഇന്ന് 8-ാം തീയതി ആയില്ലേ അല്ലേ? ഒരു ദിവസം സൂര്യൻ 1 ഡിഗ്രി നീങ്ങും. അങ്ങനെയുള്ള 360 ഡിഗ്രി കറങ്ങുന്നത് ഒരു വർഷം കൊണ്ട്. ഒരു ദിവസം ഏതാണ്ട് 1 ഡിഗ്രിയാണ്. അപ്പോൾ തുലാം 8-ാം തീയതി നമുക്ക് വിചാരിക്കാം തുലാം രാശിയുടെ 8-ാമത്തെ ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുക. അപ്പോൾ 6:40 കഴിഞ്ഞിരിക്കും. അപ്പൊ മകയിരം കഴിഞ്ഞിരിക്കും, മകയിരമല്ല, ചിത്തിര കഴിഞ്ഞിരിക്കും, ചോതി ഞാറ്റുവേലയായി. എന്നാണ് ആരംഭിക്കാന്ന് പഞ്ചാംഗത്തിന് താഴെ കൊടുത്തിരിക്കും. ഇതാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഇതൊക്കെ കൃഷിക്കാർക്ക് പ്രയോജനമുള്ളതാണ്. ഇന്ന ഞാറ്റുവേലയിൽ ഇന്ന തരത്തിൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം അങ്ങനൊരു അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പൊ ഇന്നത്തെ നക്ഷത്രം അത്തമാണ്. എവിടെയാണ് ഈ അത്ത നക്ഷത്രം നോക്കാം. ഇവിടെ ആയില്യം വരെ കഴിഞ്ഞു. ഇനി മകം, പൂരം, ഉത്രത്തിന്റെ കാല് ആണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഉത്രം മുക്കാല്, അതായത് 10 ഡിഗ്രി. അത് കഴിഞ്ഞാൽ അത്തം 10 തൊട്ട് കന്നിരാശിയിലെ 10 തൊട്ട് 23-20 വരെ, അതാണ് അത്തം നക്ഷത്രം. അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അർത്ഥം ഒരു കാര്യം, എത്ര നേരം ഉണ്ടാവും ഈ അത്തം നക്ഷത്രം എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. പഞ്ചാംഗത്തിലുണ്ടാവും. എത്ര നാഴിക വിനാഴികയാണ് കൊടുത്തിരിക്കുന്നത്, മണിക്കൂർ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. മണിക്കൂർ മിനിറ്റ് ഉണ്ടല്ലോ അതിനടുത്ത്, അത് നോക്കിയാൽ മതി. അതെ, അർദ്ധരാത്രിക്കേ അത്തം കഴിയുള്ളൂ അല്ലെ? അപ്പൊ ചന്ദ്രന്റെ സ്ഥാനം വ്യക്തമാണല്ലോ. അത്തം നക്ഷത്രം കഴിയുന്നില്ല. ഇവിടെയാണ് ചന്ദ്രന്റെ ഗ്രഹനില ആയി. ഇനി ഗ്രഹനിലയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിന്ദുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ കൂടെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ പറയുന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത് ലഗ്നം എന്നാണ് പറയുന്നത്. ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബന്ധിക്കുക എന്നൊക്കെയാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ ഭാഷകളില് ഒരു ഭാഷയില് വിവാഹത്തിന് അങ്ങനെയാണ് പറയുന്നത്, പരസ്പരം ബന്ധിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത്. കന്നഡയിൽ അങ്ങനെയാണ് ലഗ്നം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോ അതുപോലെ ലഗ്നം എന്ന് വെച്ചാൽ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സമയത്ത്, ഇതിന് നമ്മൾ പറഞ്ഞ ഇഷ്ടകാലം, സ്പെസിഫൈഡ് ടൈം. ഇവിടെ ഒരു കുട്ടി ജനിക്കുന്നു, ഈ സമയം, ഇതാണ് നമ്മുടെ ഇഷ്ടകാലം. ഈ സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ ഏത് രാശിയാണ് നിൽക്കുന്നത്, ഉദയസ്ഥാനം, അതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. വാസ്തവം പറഞ്ഞാല് ആ ലഗ്നത്തിന് അങ്ങനെയല്ല പറയുന്നത്. എങ്കിലും എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പമില്ല. ഒരുപാട് മായ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമില്ല. കാരണം ഇതെല്ലാം തോന്നലുകൾ. ഈ രാശികളൊക്കെ ഇങ്ങനെ മാറുന്നുണ്ടോ, ഇങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആ കൺസെപ്റ്റ് ഇരുന്നുണ്ട്. നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത്, നമുക്ക് തോന്നുന്നത് പോലെ. അതുകൊണ്ട് ഈ രാശിയും ഇതെല്ലാം, രാശി ചക്രവും എല്ലാം കൂടി ഒരു കറക്കം 24 മണിക്കൂർ കറങ്ങും. നമ്മൾ അങ്ങോട്ട് കറങ്ങും. ശരിക്കും പറഞ്ഞാല് ഭൂമിയുടെ ബിന്ദുവായിട്ടാണല്ലോ നമ്മൾ സങ്കല്പിച്ചത്. ഭൂമിയെ ബിന്ദു അല്ലല്ലോ. അപ്പോൾ സൂര്യൻ
ആ ഭൂമിയുടെ ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്തിന്റെ നേർക്കാണ് സൂര്യൻ നിൽക്കുക എന്ന് പറയുന്നതിനാണ് ശരിക്കും പറഞ്ഞ ലഗ്നം എന്നുള്ള ഇത് ഗണിതപ്രകാരം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എളുപ്പമുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇതിന്റെ ചലനത്തെ പറ്റിയുള്ള കാര്യങ്ങളല്ല നമുക്ക് താല്പര്യം മറ്റൊരു വിഷയത്തിൽ. അതുകൊണ്ട് എളുപ്പമുള്ള വഴി നോക്കാം. ഇന്ന് രാവിലെ, ഇന്ന് തുലാമാസമാണല്ലോ, മുഴുവൻ ഇന്നും നാളെയും ഒക്കെ തുലാമാസമാണ്. തുലാമാസത്തിലെല്ലാം സൂര്യൻ തുലാം രാശി തന്നെയാണ്. അപ്പൊ ഇന്ന് സൂര്യോദയ സമയത്ത് ഇടയ്ക്ക് കാണാമല്ലോ തുലാം രാശിയും സൂര്യനെയും, അല്ലെ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ സൂര്യനുണ്ട്. സൂര്യൻ നിൽക്കുന്ന സ്ഥാനമാണ് തുലാം രാശി. തുലാം രാശി ഉദിച്ചിരിക്കുന്നു. അങ്ങനെ ഉദിക്കുന്ന രാശി കുറച്ച് കഴിഞ്ഞപ്പോ സൂര്യൻ മേപ്പോട്ട് പോയി. സൂര്യൻ മാത്രം പോകില്ലല്ലോ, ഗ്രഹങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സൂക്കാണ്. നമ്മുടെ പല ആളുകളെയും പോലെയാ. ഒരു കസേരയിൽ ഇരുന്നാല് പിന്നെ ആ കസേരയിൽ നിന്ന് അനങ്ങൂല, കസേരയോട് കൂടിയേ പോകും. അങ്ങനെ സൂര്യനും ആ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അറിയാമോ? ഈ ഗ്രഹങ്ങളെയെല്ലാം കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ഇഷ്ടംപോലെ പ്രചാരം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ടി ഓരോ സ്ഥലങ്ങളുണ്ട്. ശനി ഇത് ആണ് തിരുനള്ള എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ശനി വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ ചൊവ്വയ്ക്ക് വൈത്തീശ്വരൻ കോവിൽ, ഇങ്ങനെ താഞ്ചോർ ഭാഗത്ത് ഉള്ള ക്ഷേത്രങ്ങളുടെ കൂടെ എല്ലാ ഗ്രഹങ്ങളെ മാത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സൂര്യനാർ കോവിൽ. അവിടെ ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠ. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ശിവനും പാർവതിയുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഗ്രഹങ്ങളെ അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പൊ പലരും പോയി രാഹു ഒരു യോഗം കൊടുക്കുന്നവർക്ക് എന്നറിയോ, കാളസർപ്പ യോഗം കേട്ട് കഴിഞ്ഞാൽ ഭയം തോന്നും. അങ്ങനെ യോഗമുള്ള ആളുകളുടെ ഉദാഹരണങ്ങളും അവർ തരും. ജവഹർലാൽ നെഹ്റു ആണ്, അങ്ങനൊക്കെ കാളസർപ്പ യോഗം ഉണ്ടായിരുന്നു. ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള യോഗം പലരും കാളകത്തിൽ കൊണ്ട് കളഞ്ഞിട്ട് വരും. പലരും പറയാനുണ്ട് നെഹ്റു ആകുന്ന യോഗം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാളകത്തിൽ കൊണ്ട് കളയണം. ഇങ്ങനെ ഒരു യോഗം ഉണ്ടോ? ഈ ചോദ്യം ആരും ഉത്തരം കണ്ടുപിടിക്കാൻ മെനക്കെടുമില്ല. കേട്ടു ഉടനെ ഓടി കാളകത്തിയിലേക്ക്. അവിടെ പോയി കണ്ടാഞ്ചെരുവൊക്കെ ആയിരുന്നു, ഇപ്പൊ റേറ്റ് കൂടി, അത് അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, പ്രധാനമന്ത്രി ലോകപ്രശസ്തനും ഒക്കെ ആവേണ്ട ആള് അതെല്ലാം കൂടെ നഷ്ടപ്പെടുത്തിയിട്ട് വരും. ഇങ്ങനത്തെ പരിഹാരങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ശിവക്ഷേത്രങ്ങളാണ്. എല്ലാം സൂര്യനാണ് പോലൊഴിക്കുക. അതിനൊരു കഥയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങള് നേരത്തെ പറഞ്ഞില്ലേ, കസേരയൊന്നും മാറില്ല എന്ന് പറഞ്ഞില്ലേ, കസേരയോടുകൂടി പോകും. ഇവരെ ആണ് ഇതെല്ലാം ലോകത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് ഒരു തെറ്റിദ്ധാരണയെന്ന് പറഞ്ഞതാണ്. ഈ സൂര്യനോ ചന്ദ്രനോ ഒന്നും നമ്മളെ വന്ന് ഉപദ്രവിക്കുന്നുമില്ല, നമുക്ക് നന്മയും വരുത്തുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. ഇനി അവരെന്ത് ചെയ്യുന്നു? അതാണ് അടിസ്ഥാനപരമായിട്ട് ഓർക്കേണ്ടത്. ഗ്രഹനില എന്ന് പറയുന്നത് സമയത്തിന്റെ സൂചന മാത്രമാണ്. വാച്ച് പോലെ ഇവിടെ 3 വേഗതയിൽ കറങ്ങുന്ന 3 സൂചികളുണ്ട്. ഒരു ഗുഹയ്ക്കകത്ത് നിങ്ങളെ അടച്ചിട്ടാൽ ഇത് നോക്കിയാൽ സൂര്യൻ എവിടെയായിരിക്കും നിൽക്കുക എന്ന് പറയാമല്ലോ, അല്ലേ? നമ്മുടെ ഗുഹയ്ക്കകത്താണ്, പുറത്തിറങ്ങിയിട്ടില്ല, സൂര്യനെ കണ്ടിട്ടില്ല, എങ്കിലും പറയാം. നമ്മൾ പറയാണ് ഇതിങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ ഇങ്ങോട്ട് പോകുന്നത്, ഈ സൂചിയാണ് സൂര്യനെ തള്ളി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ വിചിത്രമാണ്. അയ്യോ, ശനി എന്നെ എന്റെ കാലൊടിച്ചു, ശനി എന്നെ കഷ്ടപ്പെടുത്തി എന്ന്, വ്യാഴത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നു. വ്യാഴം അനുഗ്രഹിക്കാനും പോയിട്ടില്ല, ഒന്നും ചോദിക്കില്ല. അത് വെറും ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്, സമയസൂചികളായിട്ടാണ്. അല്ലാതെ ആ ഗ്രഹങ്ങളാണ് ഇതെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭീതി ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും പേടിയാ ഗ്രഹത്തിനെ. അതുകൊണ്ട് ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകൾ. ഇപ്പൊ ഒരു ന്യായമായിട്ട് മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു മഠയത്തരത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രതിഷ്ഠകളെങ്കിൽ ഇപ്പോൾ വാസ്തവത്തിലുള്ള പ്രതിഷ്ഠകളെല്ലാം ഇതുപോലെയുള്ള മഠയത്തരങ്ങളിൽ നിന്നുണ്ടായതാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തെറ്റില്ല, പാടില്ലായിരിക്കുന്നില്ല. വാസ്തവത്തിൽ അങ്ങനെ തോന്നുന്നുണ്ട്. പല ദേവന്മാരും ദേവതകളുടെയും ലെജൻഡ് ഇങ്ങനെയൊക്കെ. അങ്ങനെ വരുമ്പോൾ അതിന് പ്രതിഷ്ഠയാണ്. നാളെ ഈ രീതികളെല്ലാം പോയി മറ്റൊരു പുതിയ ഇത് ഉണ്ടാവും. ചന്ദ്രയുടെ കവിതകളും അല്ലെങ്കിൽ
അയ്യപ്പന്റെ കവിതകളും ഒക്കെ ആയിരിക്കും പിന്നീട് തലപുരാണമായിട്ട് വരിക ഭാവിയിൽ. മൊത്തത്തിൽ ഒരുതരം ഭ്രാന്ത്. ഭ്രാന്താലയം എന്ന് നമ്മളെ വിശേഷിപ്പിച്ചാൽ അത്ഭുതമില്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭ്രാന്ത് അറിയാത്ത കാര്യങ്ങളാണ്. അതുപോലെയാണ് അറിയാത്ത കാര്യങ്ങൾ ഏറ്റവും നിറഞ്ഞ ഒരു ഫീൽഡാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാണുന്ന പലപ്പോഴും ജ്യോതിഷം എന്നുള്ള പേരിൽ പത്രങ്ങളിൽ കാണുന്ന അതിന്റെ താഴെ ജ്യോതിഷമല്ല കാണുന്നത്. ജ്യോതിഷമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നത്. പറയുമ്പോൾ ഓരോരുത്തരും നെറ്റിയൊടിയൻസ് യാതൊരു കാര്യമില്ല. സത്യത ഇത് എന്താണ് ഈ പറഞ്ഞ മാതിരി കാളസർപ്പ യോഗം കൊണ്ട് കളയാൻ ഇന്ന സ്ഥലത്ത് പോവുക എന്ന് പറയുന്നതും പരിഹാരം നിർദ്ദേശിക്കുന്ന ഏത് ജ്യോതിഷക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്? ആരും പറഞ്ഞിട്ടില്ല. അതും ജ്യോതിഷമായിട്ട് ബന്ധമില്ല. ജ്യോതിഷം എന്ന് വെച്ചാൽ ഈ ജ്യോതിഷകളുടെ സ്ഥാനങ്ങൾ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. അത് അനുഭവിക്കുന്നു വെച്ചാൽ അനുഭവിക്കണം. എന്നാലേ ജ്യോതിഷം ശരിയാവുള്ളൂ. അങ്ങനെ അനുഭവിക്കുന്നില്ല എങ്കിൽ അത് വലിയ ദൂരെ കളയണം. എന്തിനാണ് ഈ ഭ്രാന്തി തോന്നുന്നത് നടക്കുന്നത്? ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ലഗ്നം കൂടി ഇവിടെ കാണുമ്പോഴാണ് പൂർത്തിയാകുന്നത്. കാരണം ആ ബിന്ദുവിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. യാതൊന്നും പറയണം, അറിയില്ല, അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതൊരു അടിസ്ഥാന സങ്കല്പമായിട്ട് വരും. തൽക്കാലം നമ്മൾ അത് സ്വീകരിച്ചു. ഇനി നമ്മൾ അവരതിൽ നിന്നുള്ള നിഗമനങ്ങൾ ശരിയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എപ്പോഴും ശരിയായിട്ട് കിട്ടുന്നു എങ്കിൽ സ്വീകരിക്കാം, എന്നിട്ട് കാരണം കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ പോക്കൻ. ഒബ്സർവേഷൻ അത് ചില ഹൈപ്പോത്തസിസിലാണ് ആദ്യം നിൽക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ? അടുത്ത ചോദ്യം. അതിന് എപ്പോഴും ആവർത്തിച്ച് അനുഭവം വരികയാണെങ്കിൽ അതൊരു നിയമമായി വരും. ആ നിയമത്തിന്റെ ഒരു വിവരണം കൊടുക്കാനായിട്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. യുക്തിസഹമായിട്ടൊന്നും കൊടുക്കും. അതിനെ ഒരു സിദ്ധാന്തം എന്നാ പറയുന്നത്, തിയറി. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കും. അങ്ങനെ എപ്പോഴും ശരിയായിട്ട് വരികയാണെങ്കിലോ അത് നമ്മൾ സ്വീകരിക്കാതെ പറ്റൂല. എന്നിട്ട് അതിന്റെ എന്തുകൊണ്ട് ഇത് അനുഭവപ്പെടുന്നു എന്നുള്ളത് ആ തിയറിയുടെ കാരണം നമ്മൾ കണ്ടുപിടിക്കും. അതാണ് നമ്മളുടെ പോക്ക്. ഈ രീതിയിൽ തന്നെ ഇവിടെ ഈ ലഗ്നത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. കാരണമൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിഴക്കൻ ചക്രവാളത്തിൽ വരുന്ന രാശി ഏതോ അതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ തുലാം മാസം 8-ാം തീയതിയായിട്ട് ഇന്ന് രാവിലെ സൂര്യോദയ സമയത്ത് കിഴക്ക് തുലാം രാശി. കുറച്ചും കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ മേപ്പോട്ട് കയറിപ്പോയി. സൂര്യൻ മാത്രം പോവില്ല, കൂടെ കസേരയും പോകും. അതായത് സ്ഥാനം രാശിയും കൂടെയാണല്ലോ പോകുന്നത്. തുലാം രാശിയും സൂര്യനും കൂടി ഇങ്ങനെ മേപ്പോട്ട് പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പടിഞ്ഞാറ് ചക്രവാളത്തിൽ പോയി 180 ഡിഗ്രി കടന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ താഴെ പോയി. നേരെ അവിടെ കുളിയും കഴിഞ്ഞ് എവിടെയോ പോയി. അപ്പൊ താഴെ കൂടി ആയിരിക്കും വരുന്നത് വിചാരിക്കും. കാരണം നാളെ രാവിലെ വീണ്ടും മൂപ്പരിവിടെ വരും. അപ്പൊ ഇങ്ങനെ താഴെ കൂടെ വരാതെ പറ്റൂലല്ലോ. അപ്പോൾ തുലാം രാശി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയി പാതാളത്തിൽ കൂടി വന്ന് വീണ്ടും കിഴക്കൻ ചക്രവാളത്തിൽ നാളെ പ്രത്യക്ഷപ്പെടും. 24 മണിക്കൂർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. തുലാം രാശി മാത്രമല്ലല്ലോ പോണത്. ഇത് രാശികളിൽ ചക്രസ്ഥിതരാണ്. ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കോർക്കപ്പെട്ടിരിക്കുന്ന. അപ്പോൾ തുലാം രാശി പോയാൽ തൊട്ട് പുറകെ വൃശ്യമുണ്ട്, വൃശ്യത്തിന്റെ പുറകെ ധനുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ സമയത്ത് 10 മണിയാകുമ്പോൾ ഏത് രാശി ആയിരിക്കും ഇവിടെ നിൽക്കുക എന്ന് കണ്ടുപിടിക്കും. അതാണ് ലഗ്നം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇന്ന് സൂര്യോദയം 6:13 ആണെന്ന് തോന്നുന്നു. തൽക്കാലം അങ്ങനെ വയ്ക്കാം. 10 മണിക്കാണ് ജനനസമയം. 6:13 സൂര്യോദയം. അപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞ് ഉദയം കഴിഞ്ഞിട്ട്? 3 മണിക്കൂറും 47 മിനിറ്റും കഴിഞ്ഞു. സൂര്യോദയം കഴിഞ്ഞ് 3 മണിക്കൂറും 47 മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ജനിക്കുന്നത്. സാധാരണ ഒരു രാശിക്ക് ഇവിടെ തുലാം രാശി എത്ര മണിക്കൂർ എടുത്തു? 24 മണിക്കൂർ എടുത്തു വീണ്ടും ഈ ഒരു കറക്കം കറങ്ങാൻ, അല്ലേ? അങ്ങനെ തുലാം കഴിഞ്ഞ് വൃശ്ചിക എല്ലാ രാശിയും കറങ്ങി. അപ്പോൾ കിഴക്കേ ചക്രവാളത്തിൽ നോക്കിയാൽ 24 മണിക്കൂർ കൊണ്ട് 12 രാശികൾ അവിടെ കൂടെ കടന്നുപോയി. അപ്പൊ ഓരോ രാശി എത്ര നേരം നിൽക്കും? 2 മണിക്കൂർ നിൽക്കണം. 12 രാശികളുണ്ട്.
എല്ലാം കിഴക്കേ ചക്രവാളത്തിൽ കൂടെ കടന്നുപോയ 24 മണിക്കൂർ എടുത്താൽ ഒരു രാശി ഏതാണ്ട് 2 മണിക്കൂർ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് 6:13 ഉദയമാണ്, 8:13 വരെ തുലാം രാശി നിൽക്കും. തൊട്ട് പുറകെ വൃശ്ചികം വിളിച്ചു കഴിഞ്ഞു, അടുത്ത 2 മണിക്കൂർ. അപ്പോൾ 10:13 വരെ വൃശ്ചികം അവിടെ നിൽക്കും. അപ്പൊ ഇയാള് വൃശ്ചിക ലഗ്നമായിരിക്കണമല്ലോ എന്ന് നമ്മൾ ആദ്യം തോന്നും. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സൂര്യന് തുലാമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ദിവസം 1 ഡിഗ്രി വീതം തുലാത്തിൽ കൂടി പോകുന്നില്ലേ. ഇന്ന് 8-ാം തീയതി അല്ലേ. അപ്പൊ ഇന്ന് സൂര്യൻ നിൽക്കുന്നത് എവിടെയാ? തുലാത്തിലെ 8 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പൊ സൂര്യോദയ സമയത്ത് തുലാത്തിലെ 8-ാമത്തെ ഡിഗ്രി അല്ലേ കണ്ടേ. അപ്പൊ ഇനി അതിന് 30 ഡിഗ്രി ഉണ്ടെങ്കിൽ 22 ഡിഗ്രി അല്ലേ ഇനി ബാക്കിയുള്ളൂ. അതിന് 2 മണിക്കൂർ വേണ്ടല്ലോ. ഒരു രാശിക്കല്ലേ 2 മണിക്കൂർ പറഞ്ഞത്. അപ്പോ 22 ഡിഗ്രിക്ക് എത്ര സമയം വേണ്ടി വരും? 2 മണിക്കൂർ വേണ്ട. ഒരു രാശിക്ക് 2 മണിക്കൂർ വയ്ക്കാം. അതിന്റെ ഇനി 22 ഡിഗ്രിയെ തുലാത്തിൽ ബാക്കിയുള്ളൂ, 8-ാം തീയതി ആയതുള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതിന് പോകണമെങ്കിൽ 2 മണിക്കൂർ വേണ്ട. എത്ര വേണം? 22/30. ഇത്രയും മതി. 2 മണിക്കൂർ 22/30. 11, 15. ഇത് 2 മണിക്കൂറിന്റെ മിനിറ്റ് ആക്കാം. 120, 8 അല്ലെ, 88 മിനിറ്റ് മതി. 88 മിനിറ്റേ നിൽക്കുള്ളൂ. 120 മിനിറ്റ് നിൽക്കില്ല വൃശ്ചിക രാശി, അല്ല തുലാം രാശി. 88 എന്ന് പറയുന്നത് 1 മണിക്കൂറും 28 മിനിറ്റും മതി. ഇതിന് പറയണത് ഉദയാത്പരം എന്ന് വെച്ചാൽ ഉദയത്തിന് ശേഷം. ഉദയാത്പരം രാശിമാനം. രാശിമാനം എന്ന് വെച്ചാൽ രാശിയുടെ അളവ്, എത്ര സമയം നിൽക്കുന്നു. ഉദയം കഴിഞ്ഞിട്ട് ആ രാശി എത്ര നേരം അവിടെ നിൽക്കും എന്നുള്ളതാണ്. 1 മണിക്കൂർ 28 മിനിറ്റ് നിൽക്കുള്ളൂ, 2 മണിക്കൂറല്ല. അങ്ങനെയാണെങ്കിൽ തുലാം രാശി കഴിയുന്നത് 6:13 ഉദയം, 1 മണിക്കൂർ 28 മിനിറ്റ് തുലാം രാശി നിൽക്കും. ബാക്കി 41, 7:41 വരെ ഉള്ളൂ. അടുത്തത് വൃശ്ചികം 9:41 വരെ വരുള്ളൂ. അത് കഴിഞ്ഞു, 10ആയി. അപ്പം വൃശ്ചികമല്ല, കൃത്യമായി കണക്കാക്കുമ്പോൾ ധനുലഗ്നമാണ് ഇയാളെന്ന് മനസ്സിലായി. ഇനി 22 എന്ന് പറയുന്നത് ഇന്ന് തുലാമാസം 8-ാം തീയതി അല്ലേ. അപ്പൊ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്? തുലാത്തിലെ 8 ഡിഗ്രി. അപ്പൊ നമ്മളിപ്പോ ഉദയ സമയത്ത് കാണുന്നത് തുലാത്തിന്റെ 8 ഡിഗ്രിയാണ്. ഇനി തുലാം രാശി എത്രയുണ്ട്? 30 - 8, 22. അപ്പൊ അത്ര മതി. അപ്പൊ 22/30 ഭാഗം മതി 2 മണിക്കൂർ. അതാണ് ഇന്നത്തെ ഉദയാത്പരം രാശിമാൻ എന്ന് പറയുന്നത്. 1 മണിക്കൂർ 28 മിനിറ്റാണ്. ഇങ്ങനെ 30 എത്തുന്നല്ല. അതെ, 30 ദിവസമല്ല, ചിലപ്പോൾ 31 ആവും, ചിലപ്പോൾ 28 ആവും. ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മളൊരു കൺമതി കണക്കാണ് ഇവിടെ എടുത്തു, ഏകദേശ കണക്കാണിത്. കൃത്യമായ കണക്കിലേക്ക് നമ്മളിതാ പോകാൻ പോവുക. ഇവിടെ ഒരു സ്വല്പം കൃത്യത വന്നില്ലേ, അതുപോലെ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു രാശിക്ക് 2 മണിക്കൂർ. അതിൽ വൃശ്ചികം മാത്രമല്ലേ പകുതി പോയുള്ളൂ. അടുത്ത രാശി 30 ഡിഗ്രിയും പോകുമല്ലോ, ഇനിയുള്ള എല്ലാം. അപ്പൊ സൂര്യൻ നിൽക്കുന്ന രാശി മാത്രം ഓരോ തീയതിയിലാവുമ്പോൾ കുറഞ്ഞു വരും എന്റെ ബാക്കി. അങ്ങനെ ഉദയാത്പരം നമ്മുടെ ഇതിനകത്ത് പഞ്ചാംഗത്തിൽ കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മണിക്കൂർ മിനിറ്റിലല്ല, നാഴിക വിനാഴികകളിലാണ് എന്നൊരു ചെറിയ കുഴപ്പമില്ല. ഈ മണിക്കൂർ, മിനിറ്റ്, നാഴിക, വിനാഴിക എല്ലാം തമ്മിലുള്ള ബന്ധം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇതിനേക്കാൾ സങ്കീർണമായ എന്തെല്ലാം പഠിക്കുന്നു. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴികയാണ്. ഇതിന്റെ അടിസ്ഥാനം ഇതാണ്: 24 മണിക്കൂർ സമം 60 നാഴിക. ഇത് തന്നെ അതിനെടുക്കുന്നതാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴിക. 1 മിനിറ്റ് എന്ന് പറയുന്നത് 2.5 വിനാഴിക. തിരിച്ചും 1 നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. 1 വിനാഴിക എന്ന് പറയുന്നത് അതിന്റെ 60-ലൊന്ന്, 24 സെക്കൻഡ്.
അപ്പൊ നമുക്ക് നാഴിക വിനാഴികയൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിന് വിഷമമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇനിയും ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ കൃത്യം വൃത്തം എന്നൊക്കെ പറഞ്ഞില്ലേ, അതങ്ങനെ കൃത്യം വൃത്തമൊന്നുമല്ല, ഒരു വികൃത വൃത്തമാണ്. ഏകദേശം പറഞ്ഞാല് ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള പദമാണ്, കൃത്യം വൃത്തമല്ല. അങ്ങനെ വരുമ്പോൾ ചെറിയ ദോഷമുണ്ട്. ഇതോ 24 മിനിറ്റ്, 24 സെക്കൻഡ്, മിനിറ്റിന്റെ 60 ഇത് നാഴികയുടെ ഇതെന്നാണ്. ഒന്നുകൂടിയുണ്ട്, 60 വിനാഴിക ഒരു നാഴിക, 60 നാഴിക ഒരു ദിനം, അതായത് 24 മണിക്കൂർ. അതുകൊണ്ട് ഈ പഥം വൃത്തമല്ലാത്തത് കൊണ്ട് ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം, ഭൂമി ഉൾപ്പെടെ ഉള്ള ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം വളരെ സങ്കീർണമാണ്. ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഈ 2 മണിക്കൂർ വീതം പോകുന്നല്ലേ നമ്മൾ പറഞ്ഞു. ഓരോ രാശിക്കും 2 മണിക്കൂർ വീതം വേണം കുതിച്ചുയരാൻ എന്ന് പറഞ്ഞത് കൃത്യമല്ല. ഇത് വ്യത്യാസമുണ്ട്. അത് ഭൂമിയുടെ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചും കൂടി മാറും. ഭൂമി ഇങ്ങനെ ഒരു വികൃത ഗോളമാണ്, സ്ലൈറ്റായിട്ട് വികൃതമായിട്ടൊരു ഗോളമാണ് ഭൂമി. അപ്പൊ അതിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നമ്മൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സൂര്യോദയവും ഓരോ രാശിയും ഉദിച്ചു പോകാനുള്ള സമയത്തിന്റെ ദൈർഘ്യം. ആകെ എല്ലാ രാശികളും കൂടി ഉദിച്ചു തരാം 360 ഡിഗ്രി, 60 നാഴിക. പക്ഷേ എല്ലാ രാശിയും 2 മണിക്കൂർ ആയിരിക്കണമെന്നില്ല. അതിനേക്കാൾ ചിലതിന് കൂടും, ചിലതിന് കുറയും. അത് ഏത് സ്ഥലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ അക്ഷാംശം. ഭൂമിയിൽ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് 2 സൂചന കൊണ്ടാണ്, അളവ് 2 മാനങ്ങൾ കൊണ്ടാണ്. ഒന്ന് അക്ഷാംശം, അക്ഷം എന്ന് വെച്ചാൽ അച്ചുതണ്ട്, അതിന്റെ ആസ്പദമായിട്ടാണ് കറങ്ങുന്നത്. ആ അച്ചുതണ്ടിന്റെ അംശം ഭൂമിയെ ഇങ്ങനെ സ്ലൈസ് ചെയ്യുക, ഓരോ സ്ലൈസിനെയും ആണ്. അങ്ങനെ ഭൂമധ്യത്തിൽ കൂടി പോകുന്നതിന് നമ്മൾ മധ്യരേഖ എന്ന് പറയും. നമ്മുടെ അടുത്തുകൂടിയാണ് പോകുന്നത്, നമ്മുടെ അടുത്തുള്ള കൺട്രിയിൽ കൂടിയാണ്. ഇത് സിലോൺ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ കൂടിയാണ് പോകുന്നത്. ലങ്കാ പ്രമാണം എന്നാണ് ഇതിന് പറയുന്നത് പണ്ട്. കാരണം മധ്യരേഖ അവിടുന്നാണ്. അതിൽ നിന്ന് ഉത്തര ഭാഗത്തിലാണ് നമ്മൾ തിരുവനന്തപുരം കിടക്കുന്നത്. അവിടുന്ന് 8 ഡിഗ്രി 31 ആംഗുലർ ഡിസ്റ്റൻസ് ആണ്. 31 മിനിറ്റിലാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത്. തിരുവനന്തപുരത്തിന്റെ അക്ഷാംശമാണ്. കുറച്ചുകൂടി ഇങ്ങനെ വടക്കോട്ട് പോകുന്തോറും ഇത് കൂടി വന്നുകൊണ്ടിരിക്കും. ആ മധ്യരേഖ തെക്കോട്ട് പോകുന്തോറും തെക്കെ ഇത് ഇങ്ങനെ എലിമെന്ററി ജോഗ്രഫി അറിയാവുന്നവർക്കറിയാം. ഇങ്ങനെ അക്ഷാംശങ്ങളും തിരിച്ചുള്ളതും ധ്രുവാന്തര രേഖകൾ, അതിന് രേഖാംശം ലോഞ്ചിറ്റ്യൂഡ്, ഇത് ലാറ്റിറ്റ്യൂഡ്. ഈ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് സൂര്യോദയവും ഇരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒന്നല്ല, വ്യത്യാസമുണ്ട് സൂര്യോദയം. അപ്പൊ സൂര്യോദയ സമയം ഓരോ ലാറ്റിറ്റ്യൂഡിലും കണക്കാക്കണം. അതിനും മാർഗങ്ങളുണ്ട്, നമ്മൾ അതിലേക്കും പോകുന്നില്ല. ഇതിലേക്ക് കുറച്ചുകൂടി പോകും, കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോഴല്ല, നമുക്ക് എന്റെ ആവശ്യം. അങ്ങനെ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രാശിയും പൂർണ്ണമായിട്ട് ഉദിച്ചുയരാൻ എത്ര സമയം വേണം, അതിനെയാണ് രാശിമാനം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പഞ്ചാംഗത്തിൽ 2-3 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കുറെ രാശി പ്രമാണം കൊടുത്തിട്ടുണ്ട്. 32ാമത്തെ പേജ് രാശി പ്രമാണം, രാശിമാനം. കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, അങ്ങനെ കൊളംബ് വരെ കൊടുത്തു. ഓരോ രാശിയും ഉദിച്ചുയരാനുള്ള സമയം പൂർണ്ണമായിട്ടും ഇത് കൊടുത്തു. ഇതപ്പോ ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് മേടം രാശിക്ക് ഇത് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 നാഴിക അല്ലെ, 2
നാഴികയാണ് ഒരു മണിക്കൂർ. അപ്പൊ 5 നാഴിക. ഇതില് 4:37, 4 നാഴിക 37 വിനാഴിക മതി മേടത്തിൽ. നേരെ മറിച്ച് ഇടവത്തിനാണെങ്കിൽ 5 നാഴിക 9 വിനാഴിക വേണം. മിഥുനത്തിനാണെങ്കിൽ 5 നാഴിക 28 വിനാഴിക വേണം. കേട്ടോ, ചിലത് 5-നേക്കാൾ കൂടുതൽ, ചിലത് 5-നേക്കാൾ കുറവ്. എല്ലാം കൂടി ടോട്ടൽ കൂട്ടിയാൽ 60 കിട്ടണം എന്നാണ് വൈപ്പ്. ചിലപ്പോൾ കിട്ടിയില്ലെന്നുണ്ട്. വേറെ എവിടെ ഒരു പേജിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, അവിടെ വ്യത്യാസം, ചെറിയ വ്യത്യാസം, ഒരു വിനാഴികയൊക്കെ വ്യത്യാസമുണ്ട് പലപ്പോഴും. ടാലി ചെയ്യാത്ത ചില കാര്യങ്ങൾ ഇതിനകത്തുള്ള കൂട്ടത്തിൽ ഇതാണ്. ഇതെല്ലാം അപ്രോക്സിമേഷൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ തുലാം 8-ാം തീയതി. ഇനി പോകേണ്ടത് വലതുവശത്തെ പേജിലേക്കാണ്, തുലാമാസം. അതിൽ ഇന്ന് തുലാൻ രാശിയുടെ ഉദയാപരം രാശിമാനം രണ്ടാമത്തെ വളമാണ്. എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പാന്നേ കാണുള്ളൂ. ഉദയാപരം രാശിമാനം 8-ാം തീയതി എത്രയാന്ന് നോക്കണം. 3 നാഴിക 55 വിനാഴികയെ ഇന്ന് തുലാൻ രാശി. സാധാരണ 5 നാഴികയുടെ അടുത്ത് വരും. തുലാത്തിന്റെ ആകെ തിരുവനന്തപുരത്തേക്കുള്ള 5 നാഴിക 10 വിനാഴികയാണ്. അതില്ല, കാരണം 8-ാം തീയതി 22 ഡിഗ്രി മാത്രമേ ഇനിയേ ഉള്ളൂ. അതുകൊണ്ട് 3 നാഴിക 55 വിനാഴികയെ ഉദയം കഴിഞ്ഞ് തീർക്കും. ഇവിടെ അല്പം നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ അർത്ഥം ഉദയാപരം എന്നാണ്. അതിന്റെ അർത്ഥം ഉദയത്തിന് ശേഷം 3 നാഴികയും 55 വിനാഴികയും കഴിഞ്ഞാൽ തുലാൻ രാശി തീർന്നു എന്നാണ്. ഇവിടെ പല വിവരമില്ലാത്തവരും ഒരു ചെറിയ കുഴപ്പമുണ്ട്. അത് ഉദയ സമയത്തേക്കുള്ളതല്ലേ 3 നാഴിക 55 വിനാഴിക. ഈ കുട്ടി ജനിക്കുന്നത് 10 നാഴികക്കല്ലേ, അല്ല 10 മണിക്കല്ലേ. 10 മണിക്ക് ഉദയാപരം എത്രയാണ്? ഇങ്ങനെ എഴുതി. ഇതിനേക്കാൾ വിട്ടിത്തരം വേറെ ഇല്ല. ഉദയത്തിന് ശേഷം 3 നാഴിക 55 വിനാഴിക എന്നാണ്. 10 മണിക്ക് എത്രയായിരിക്കും ഉദയാപരം എന്ന് ചോദിച്ച് ഇവിടെ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടൊന്ന് കുറച്ചൊരു വണ്ടത്തരം കാണിച്ചത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ തലയ്ക്കകത്ത് കയറില്ല ഒരിക്കലും. കാരണം ഇവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്താണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മഠേത്തരം പലപ്പോഴും കേൾക്കാം. അവരെ ഉപേക്ഷിക്കാൻ നോക്കണ്ട, പ്രയോജനമില്ല. കേട്ടോണ്ട് ചിരിക്കുക. ഇതിന്റെ അർത്ഥം ഉദയത്തിന് ശേഷം 3 നാഴിക 55 വിനാഴിക തുലാൻ രാശി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വൃശ്ചികമായിരിക്കും വരിക. ഇനിയുള്ള രാശികളെല്ലാം പൂർണ്ണമായിട്ട് വരും. അപ്പൊ ഈ നാഴിക വിനാഴികളിലാണല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ കണക്കാക്കും? എളുപ്പം. നമുക്ക് സൂര്യോദയം 6:13, ജനനം 10 മണിക്കാണ്. അതായത് ഉദയം തൊട്ട് 3 നാഴിക അല്ല 3 മണിക്കൂർ 47 മിനിറ്റ് കഴിയുമ്പോഴാണ് ജനിക്കുന്നത്. ഇതിന് നമ്മൾ നാഴിക വിനാഴിക ആയിക്കളെ. ഒരു നാഴിക എന്ന് വെച്ചാൽ 2.5 മണിക്കൂറല്ലേ. ഇപ്പൊ 3 നാഴികയ്ക്ക് എത്രയായി? ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. കുട്ടി ജനിക്കുന്നതിനെ പറ്റി ഇന്ന വിശേഷ ദിവസങ്ങൾ, ഇന്നത്തെ പ്രത്യേകതകളൊക്കെ എഴുതും. എന്താഴ്ച, എന്ത് പഞ്ചാംഗങ്ങളെല്ലാം എഴുതും. എഴുതി കഴിച്ച് അങ്ങനെയുള്ള എല്ലാം സുദിനത്തിലേ ജനിക്കുകയുള്ളൂ കുട്ടികൾ. അങ്ങനെയുള്ള ശുഭദിനത്തിൽ മാത്രമേ കുട്ടികൾ ജനിക്കാറുള്ളൂ. ഇത് അങ്ങനെ എഴുതും, കൊടുക്കാം. ദിനത്തിൽ ഉദയാദി, ഉദയം തൊട്ട് 3 മണിക്കൂർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മണിക്കൂർ മിനിറ്റ് ആയിപ്പോയി. അത് ശരിയാവില്ല. നാഴിക വിനാഴിക പറയണം.